ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് നമ്മൾ ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടില്ലേ യൂണിക് ടോക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. നല്ല മോർണിംഗിൽ തന്നെ ഫ്രഷ് ആയി ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ കരുതി. ഇന്നത്തെ ഒരു പോസ്റ്റ് കണ്ട പോലെ യൂണിക് ടോക്ക് കുറച്ച് സ്പെഷ്യലാണ്. നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, ഫാത്തിമ മുഹമ്മദ് എന്നില്ല. എല്ലാവർക്കും പരിചയമുള്ളവരൊക്കെ ആയിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. ഒരു യങ്ങ സ്റ്റേജിൽ ഇങ്ങനെ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനറായി പാലിങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറേ ഫീൽഡിൽ എക്സ്പേർട്ട് ആണ് കേട്ടോ. ലൈഫ് കോച്ചാണ്, അതുപോലെ ഒരു മെഡി റുട്ടീനോ ലേഡി നൈറ്റ് എന്നുള്ള ബയച്ചൊക്കെ റൺ ചെയ്ത് ഷെയർ പോകുന്ന ഒരാളാണ്. ഇതിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ റീൽസിലൊക്കെ ആയിട്ട്. ഞാൻ ഫാത്തിമത്തിന് ആദ്യമായിട്ട് റീല് കാണുന്നത് നമ്മൾ എഡിയൻ ഡോഗ്സിന്റെ ഒരു ടീമിലായിരുന്നു. ആള് പറയുന്നുണ്ട് ആദ്യം മെഡിറ്റേഷൻ കണക്ട് ചെയ്യാത്ത ആളായിരുന്നു, പിന്നീട് അതിൽ എക്സ്പേർട്ടായി മാറായിരുന്നു. നമുക്കൊക്കെ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണത്. മെഡിറ്റേഷൻ കണക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് സ്മൂത്ത് ആയി പോകാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഫേസ് ചെയ്ത് പിന്നീട് അതിൽ എക്സ്പേർട്ടായ ആളെന്ന് പറയുമ്പോൾ ആൾക്ക് ആ ഒരു കണക്ട് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതുപോലെ നല്ലൊരു അടിപൊളി മെഡിറ്റേഷൻ ആയിരിക്കുന്നുണ്ടാവുക, ഒരു നല്ല രസമുള്ള ടോക്കും ഉണ്ടാവും. വലിയൊരു മതിലേക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. കൂടെ തന്നെ നമ്മളെ ഫാത്തിമത്താനെ നമ്മളെ യൂണിക് ടോക്കിലേക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. വെൽക്കം ഫാത്തിമത്ത. ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാൻ വേണ്ടി ശ്രമിക്കണേ. എന്നാലാണ് നമുക്ക് ഒന്നുകൂടെ വേണ്ടി കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റുക. കേൾക്കുന്നില്ല? Hi everyone. Hi everyone. Okay. Fine, on the body. Hi everyone. Good morning. ഇപ്പൊ പെർഫെക്റ്റ് അല്ലേ? Thank you so much, Miss and Majid, for the welcome. So let's begin, right? Okay. അപ്പം നമ്മള് ആദ്യം തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള യുണൈറ്റ്നെസ്സിന് ലോട്ട്സ് ഓഫ് താങ്ക്സ്. ഇപ്പൊ നമുക്ക് ഇന്ന് ആദ്യം തന്നെ എനിക്ക് തന്നിട്ടുള്ള ഒരു കർത്തവ്യം എന്ന് പറയുന്നത് മെഡിറ്റേഷനും അതിനുശേഷം കുറച്ച് സെഷനും അതിൻ്റെതായിട്ടുള്ള ബേസിക് ടോക്സ് കാര്യങ്ങളൊക്കെ പറയാനാണ്. അപ്പൊ എല്ലാവരും സെറ്റ് ആണോ? ഓൾ റെഡി ഫോർ ദി മെഡിറ്റേഷൻ? ഇസ് ദർ എനി വൺ ആദ്യമായിട്ട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആയ ആരെങ്കിലും ഉണ്ടോ? ഞാൻ കുറെ പേര് സിമിലർ ഫേസസ് ആണ്, നമ്മൾ കുറെ സെഷൻസിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പേരുകൾ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എങ്കിലും ആദ്യമായി മെഡിറ്റേഷൻ എന്താണ്, അതിന്റെ യുണീക് സാധനം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ത്വരയിൽ രാവിലെ തന്നെ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എനിവൺ ആദ്യമായി മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഇല്ലെങ്കിലും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ മുമ്പ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഫൈൻ. നിങ്ങളിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ദർ ഇസ് നത്തിങ് മോർ. ഓക്കെ, നത്തിങ് മോർ ആൻഡ് മച്ച്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അതിൽ ഫോക്കസ് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിനു വേണ്ടി ഒരു കഷ്ടപ്പെട്ട് എന്നിട്ട് ആ ഫോക്കസ് കിട്ടാത്തത് ആലോചിച്ചിട്ട് കുറെ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മാത്രം എന്താ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത, ഇനി എന്റെ ഉള്ളിൽ എന്തെങ്കിലും കറയുണ്ടായത് കൊണ്ടാണോ എന്ന് വിചാരിച്ച് ഗുലുമാലാക്കരുത്. ഓക്കെ. ഏതൊരു മെഡിറ്റേഷൻ ആവുന്നത് നിങ്ങൾ സിംപ്ലി സിറ്റിംഗ് ബൈ സിറ്റിംഗ്. ഓക്കെ, ആ സിറ്റിംഗ് തന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എനിക്ക് വിട്ടുതരാം. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഓക്കെ, സിറ്റിംഗ് ഹിയർ വിത്ത് ഓൾ സറണ്ടേഴ്സ്. ഓക്കെ, ഐ ആം ഹിയർ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അങ്ങനെ ഇരിക്കുക. പറ്റുന്നവരൊക്കെ ഹെഡ്ഫോൺസോ ഇയർഫോൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾ ഇരുന്നാൽ മതി. ഇരിക്കണം കേട്ടോ. ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത്, കിടക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കിടക്കുന്നവരുണ്ടെങ്കിൽ യൂണിറ്റസിന്റെ ടോക്കും കഴിഞ്ഞ് ഇന്ന് രാത്രി വേറെ സെഷൻ ഉണ്ട്, അതിന്റെ ഇടയ സമയത്തായിരിക്കും അല്ലെങ്കിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും തട്ടി വിളിക്കാൻ നോമ്പ് കുറിക്കാൻ പാടാന്ന് പറയുന്ന സമയത്തായിരിക്കും നിങ്ങൾ എണീക്കാം. ഓക്കെ, അപ്പൊ കിടന്നു കഴിഞ്ഞാല് മെഡിറ്റേഷനൊക്കെ എക്സ്പീരിയൻസ് അധികം ചെയ്തു വരാത്ത ആൾക്കാർക്ക് നല്ല ഉറക്കായിരിക്കും. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുന്ന. അപ്പം ആരും കിടക്കരുത്, ഇരുന്നു കൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതെല്ലാം ചെയ്യാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. നിങ്ങൾ ഇവിടെ കുറച്ച് പേര് മാത്രമേ ഞാൻ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ, ആരൊക്കെ ഇവിടെ ഉണ്ട് എന്നറിയില്ല. ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക റെഡി വിത്ത് ദി മെഡിറ്റേഷൻ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനും കിടന്നുകൊണ്ട് കേൾക്കാതെ ഇരുന്നുകൊണ്ട് കേൾക്കാൻ റെഡി ആണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ.
Ready? Great. Okay. Okay, fine. Good, good. ഇത്ര എനർജി ഉള്ളൂ? Fine. Good. Okay. The meditation is simply guided, okay? അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ഫ്രീ ആയി റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു നല്ല പ്യുവർ ഇന്റൻഷൻ വെച്ചിരിക്കാം. ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഡ്യൂട്ടി ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ബിഫോർ ബിഗിനിങ് ദ മെഡിറ്റേഷൻ, സിമ്പിൾ ആയിട്ട് കണ്ണട വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കണ്ണ് തുറന്ന് തന്നെ ഒന്ന് ഫ്രീ ആയിരിക്കുക. ഓക്കെ, കയ്യിലുള്ള ഫോണൊക്കെ ഒന്ന് മാറ്റി ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഇപ്പൊ പിടിച്ചു വെച്ച ആ ശ്വാസമൊക്കെ നിർത്തി റിലാക്സ് ചെയ്ത് ഫ്രീ ആയിരിക്കും. ഓക്കെ, കണ്ണുകൾ അടക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രീ ആയിട്ട് ഇരിക്കുക. ഓക്കെ, റിലാക്സ് ചെയ്തിരിക്കുക. സിറ്റ് ക്വൈറ്റ്ലി, കാംലി. ജസ്റ്റ് മൈൻഡിലൊരു ഇന്റൻഷൻ കീപ്പ് ചെയ്യാം. യു ആർ ഗോയിങ് ഫോർ എ മെഡിറ്റേഷൻ. ആ ഒരു പ്രിപ്പറേഷൻ വന്നിട്ട് സിമ്പിളായിട്ട് ഇരിക്കുക. ഓക്കെ, now you can slowly close your eyes. പതിയെ കണ്ണുകൾ അടക്കാം. Close your eyes. കുഞ്ഞു കണ്ണുകൾ അടച്ച് റിലാക്സ് ആൻഡ് ഫ്രീ ആയിരിക്കാം കേട്ടോ. You can focus on your breath. Take a deep breath in and breathe out, relax. Once again, and breathe out. Let's be here. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ആയി വരാം. Very good. Focus on your breath.
Breathe in and breathe out. Relax. Once again, breathe in and breathe out. Relax. ഓരോ ശ്വാസത്തെയും ഫീൽ ചെയ്യാം, അനുഭവിക്കാം, അറിയാം, മനസ്സിലാക്കാം. വെരി ഗുഡ്. നിങ്ങൾ ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ശ്വാസമാണ്. നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടിട്ടുള്ള ഈ മൊമെന്റില് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്വാസം. യുവർ ഓൺ ബ്രീത്ത്. ആ ബ്രീത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നും ചെയ്യണ്ട, സിംപ്ലി അതിലേക്ക് ഒരു ഫോക്കസ് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെതായ താളത്തിൽ നിങ്ങളുടെ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. വെരി ഗുഡ്. നൗ നമുക്ക് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ശ്വാസത്തിന്റെ താളത്തിനനുസരിച്ച് തന്നെ ബോഡിയും ഫ്രീ ആവുന്നുണ്ടോ, റിലാക്സ് ആവുന്നുണ്ടോ, അതിന്റെ ഒരു ശക്തി മുഴുവൻ വിട്ട് ഒന്ന് ഫ്രീ ആക്കി വിടാം. ലൈക്ക് ഒരു അപ്പപ്പൻ താടി പോലെ വളരെ ഫ്രീ ആയി നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ കാലുകളും കൈകളും ഷോൾഡേഴ്സും എല്ലാത്തിനും റിലാക്സ് ചെയ്ത് വിടാം. റിലാക്സ്, 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 റിലാക്സ്. വെരി ഗുഡ്. നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് റിലാക്സ് ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബോഡി പെയിൻ, ഡിസ്കംഫേർട്ട് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ആ ഒരു പെയിൻ പോയിന്റ് മാത്രം ഇപ്പം നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്തെടുത്ത് അവിടെ ഒരു ലൈറ്റ് കൊണ്ട് ആ ഒരു പെയിനെ മൊത്തം കവർ ചെയ്ത് ഹീൽ ചെയ്യുന്നതായും ആ ഒരു പെയിൻ പോയിന്റ് പതിയെ നിങ്ങൾക്ക് റിലാക്സേഷൻ എന്ന മോഡിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ്. ജസ്റ്റ് ഫോക്കസ് there. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് ഇപ്പൊ ഒരു വല്ലാത്തൊരു അനുഭവത്തിലാണ്. വളരെ ഫ്രീ ആയി, ഒന്നും ചിന്തിക്കാനില്ലാതെ, ഒരുപാട് ഭാരങ്ങൾ നൽകാതെ, ഒരുപാട് പെയിനുകളോ കാര്യങ്ങളോ കൊടുക്കാതെ നിങ്ങളുടെ ബോഡിയും മൈൻഡും റിലാക്സ്ഡ് ആണ്. നൗ യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ ഹാർട്ട്. നിങ്ങളുടെ ബോഡിയുടെ മിഡിൽ ഭാഗത്തായി വരുന്ന നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക്, നിങ്ങളുടെ ഹാർട്ട് നിലകൊള്ളുന്ന ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ജസ്റ്റ് സിംപ്ലി യുവർ ഹാർട്ട് ഇസ് ദയർ. ആ ഹാർട്ടിനൊന്ന് ഫീൽ ചെയ്ത് ആ ഹാർട്ട് പതിയെ പതിയെ ചെറിയ രീതിയിൽ ആ ഹാർട്ട് ഓപ്പൺ ആവുന്നതിനൊപ്പം നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു ഗുഡ്നെസ് സ്റ്റേറ്റ് നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മനസ്സിലും മൊത്തത്തിൽ ഫീൽ ചെയ്യാം. ഓക്കെ, യുവർ ഹാർട്ട് സിംപ്ലി ഓപ്പൺ ചെയ്യുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാം. ആ ഓപ്പൺനെസ്സോട് കൂടി നിങ്ങളുടെ ഹാർട്ടിൽ നിന്നും ഒരു വല്ലാത്തൊരു ഗുഡ് ഫീൽ
ഒരു ഹാപ്പി സ്റ്റേറ്റ്, ഒരു ജോയസ് ഫീൽ. അത് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നിറയുന്നതായിട്ടും നിങ്ങളുടെ ബോഡിയിലും എല്ലാ നാടി നരമ്പിലും ആ ഒരു സ്റ്റേറ്റിനെ അറ്റൈൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താണ്. നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ജോയസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ആ ഒരു അവസ്ഥ നിങ്ങളുടെ ബോഡിയിലും എല്ലാ മസിൽസിലും, ഈവൻ ഇൻ യുവർ ഫേഷ്യൽ മസിൽസിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണ്. യു ക്യാൻ ജസ്റ്റ് ഫീൽ ലൈക്ക് സ്മൈലിംഗ് while thinking about it, while feeling goodness just from your heart, direct from your heart. ഒരു നദി ഒഴുകുന്നത് പോലെ ഒരു താളത്തിൽ അതിൻ്റെതായ ലയനത്തിൽ, ഒരു കടല് പോലെ ആ കടലിനുള്ളിൽ ഒളിഞ്ഞടുക്കുന്ന നിധികൾ പോലെ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിനെ ഓപ്പൺ ചെയ്ത് വൈഡായി റിലാക്സ് ആയി ഗുഡ് ഫീലിംഗിൽ ഇരിക്കുകയാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. നിങ്ങൾ കൈവരിക്കേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ തന്നെ ഹാർട്ടിനെയാണ്. വി ആർ ഡൂയിങ് നത്തിങ് ഹിയർ ബട്ട് ഡൂയിങ് സംതിങ് ബിഗ്. Just focus on your heart, 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 heart. Feel the goodness. If you don't feel anything, just simply sit. എന്തൊക്കെയോ ആക്കി മാറ്റുന്നതിനപ്പുറത്തേക്ക് just feel here, feel the moment, feel the breeze, feel your body, feel your heart. Just simply sit here with your fullest heart, fullest surrenders. Great, my dear. Very good. ഈ മൊമെന്റിൽ ഇരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കാം. Very good. So now it's time. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങളുടെ ക്രിയേറ്റർ റിമാർക്കബിൾ ചെയ്ത് വെച്ചിട്ടുള്ള സിഗ്നേച്ചറായി നിങ്ങൾക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ള ഒരു പർപ്പസ്, ഒരു യുണീക് പോയിന്റ്. ആ യുണീക് പോയിന്റ് എല്ലാ മനുഷ്യന്മാരിലും, എല്ലാവരുടെ ഉള്ളിലും പഠിച്ചവൻ, ദ ക്രിയേറ്റർ ഓർ ദി യൂണിവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറിനെ കണ്ടെത്താൻ, ആ യുണീക് പോയിന്റിനെ വളരെ യുണീക്ക് ആയിട്ടുള്ള വേയിൽ തന്നെ കണ്ടെത്താനുള്ള ഒരു ഓപ്പൺനെസ്സോട് കൂടിയും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ജസ്റ്റ് പ്രിപ്പയർ യുവർ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സോൾ ആൻഡ് യുവർ ഹാർട്ട് for the openness of your own purpose, your own unique point. Very good. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് യാത്രകൾക്കിടയിലും കാണുന്ന മനോഹരമായിട്ടുള്ള പല കാഴ്ചകൾ പോലെ, പല ബിൽഡിങ്ങുകൾ പോലെ, പല മലകളും പുഴകളും കടലുകളും താഴ്വാരങ്ങളും ഒക്കെ കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള, ഒരുപാട് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കണ്ടെത്താതെ
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊടുക്കുക. ജസ്റ്റ് അതെവിടെ, എങ്ങനെ, എന്തിന്, ആർക്ക്, ആരെവിടെ വെച്ച് ഒളിപ്പിച്ചു വെച്ചോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഹൗ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഐ വിൽ എന്നതാക്കി അത് റീപ്ലേസ് ചെയ്ത് ഓപ്പൺനെസ്സോടുകൂടി, സറണ്ടർസോടുകൂടി just sit here. Please sit here, my dear. You are opening the way, the doors of all the abundant horizon. Very good. Very good. Try to open or just keep an intention in coming days or in the moment from now. I am open to receive all the abundance, all the horizons in every way that I am deserving. ഞാൻ ഡിസേർവ് ചെയ്യുന്ന, ഞാൻ അർഹിക്കുന്ന എല്ലാ തരത്തിലുള്ള നന്മകളെയും വരവേൽക്കാൻ വേണ്ടി ഈ ഒരു മൊമെന്റോട് കൂടി റെഡിയാണ് എന്നുള്ളൊരവസ്ഥയിലിരിക്കണം. ഒരു ഇന്റൻഷൻ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാരും ചിന്തകളും പ്രവൃത്തികളും സാഹചര്യങ്ങളെല്ലാം അതനുസരിച്ച് അതിലേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവട്ടെ. ജസ്റ്റ് open your heart, open to receive. Very good. ആ ഒരു കംപ്ലീറ്റ് പ്യുവർ ഇന്റൻഷനോട് കൂടി തന്നെ നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയി ആ ഒരു ഗുഡ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നിറച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പതിയെ തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്. വൺ തിങ്, ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്താം. യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഗുഡ്നെസ്. യു ക്യാൻ ഫീൽ ദാറ്റ് ഇൻ യുവർ എവറി ബോഡി, മസിൽസ്, ബോഡി വെയിൻസ്, എവ്രിവെയർ. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫീലിങ്സോട് കൂടി തന്നെ you are just opening your heart, your ways of abundance. Just focus on your breath. Take a deep breath in and breathe out. Relax. Breathe in and breathe out. Relax. One more time. ഒരിക്കൽ കൂടി. Take a deep breath in, the breath of abundance, love, greatness. പതിയെ ശ്വാസം ഉള്ളോട്ടെടുത്ത് പുറത്തേക്ക് വിടാം. Now you can slowly open your eyes. Welcome to the world of abundance, greatness, and happiness, joy. പതിയെ കണ്ണ് തുറന്ന് എല്ലാവരും ഒരു ചിരിച്ച മുഖത്തോടു കൂടി മാത്രം തിരിച്ചു വരാം. ഓക്കെ, ജസ്റ്റ് keep a good smile on your face. Don't forget to keep that beautiful smile. എല്ലാവരും പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, ടേക്ക് യുവർ ടൈം ആൻഡ് കണ്ണ് തുറന്ന് തിരിച്ചു വരാം. I hope everyone is back. Take your time. ഓക്കെ, അപ്പം എല്ലാവരും തിരിച്ചു വന്നോ? ഇവിടെ ഉണ്ടോ?
തിരിച്ചു വന്നിട്ടുള്ള ആളൊക്കെ ചാറ്റ് ബോക്സിൽ അറിയിക്കാം. ആ ചിരി ഉണ്ടല്ലോ, ആ ചിരി ഒന്ന് കാണട്ടെ എല്ലാരും. വീഡിയോ മോഡിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ മോഡിലായി വരാം. ഓക്കെ ഓക്കെ, വീഡിയോ മോഡിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ മോഡിൽ വന്നിട്ട് ആ ചിരിച്ച മുഖത്തോടുകൂടി മാത്രം വെൽക്കം ടു ദി വേൾഡ് ഓഫ് അബണ്ടൻസ് എന്നാണ് കണ്ണൂർക്ക് ഇപ്പൊ പറഞ്ഞത്. നമ്മള് ഇന്നത്തെ മെഡിറ്റേഷൻ, ഓക്കെ ഫൈൻ, ബിഫോർ ദാറ്റ് എല്ലാരും തിരിച്ചു വന്നോ? ഓക്കെ ഓക്കെ. സോ നമ്മൾ ഇന്ന് ചെയ്ത മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ആണ്. നമ്മൾ പല ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ്, പല ഡയമെൻഷൻ്റെ എക്സ്പീരിയൻസസ് എടുക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഓപ്പൺനെസ് മെഡിറ്റേഷൻ, ഹാർട്ട് മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ജസ്റ്റ് നമ്മളെ തന്നെ ഒരു പ്രിപ്പറേഷൻ മെഡിറ്റേഷൻ എന്നൊക്കെ പറയില്ലേ. നമ്മളൊരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രിപ്പറേഷൻ എടുക്കൂലേ. ഓക്കെ, ഞാൻ ഗോയിങ്, ആ ഗോയിങ്ങിനൊക്കെ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ കുറെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി, പക്ഷെ എവിടത്തേക്കാ പോണെന്ന് മാത്രം ഒരു ഐഡിയ ഇല്ല. അതുപോലെ ആവുന്നതിനേക്കാൾ അപ്പോഴത്തേക്ക് ആദ്യം ആ റൂട്ടിനെ, ആദ്യം എങ്ങോട്ടേക്കാണെന്നുള്ള ഡിറക്ഷൻ അല്ലെങ്കിൽ എന്തിനേക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഇന്റൻഷൻ പ്യോർ ആക്കിയതിനു ശേഷം, ഹാർട്ടിനെ കാം ചെയ്തതിനു ശേഷം എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, ഓക്കെ ഐ ആം റെഡി ടു ഓപ്പൺ, ഞാൻ അതിനു വേണ്ടി റെഡിയാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ എന്തിലേക്ക് കടന്നിട്ടുള്ളത്, ഒരു ഓപ്പൺനെസ്, ഞാനൊരു വലിയൊരു സംഭവത്തിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണെന്നുള്ളത് മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വിഷ്വലൈസേഷൻ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അതിലേക്ക് അത് നിങ്ങളുടെ ഡ്രീംസ് കാര്യങ്ങളെക്കാളും അപ്പുറത്തേക്ക് ഗൈഡഡ് ആയിട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ള ഇവരുടെ കാര്യം. ജസ്റ്റ് തിങ്ക്, നമ്മൾ ഏത് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടും ഒരുപാട് പ്രിപ്പറേഷൻസ്, ഒരുപാട് അതിനെ കുറെ കാട്ടിക്കൂട്ടൽ, കുറെ കാര്യങ്ങൾ ചെയ്യും. ഈവൻ ജസ്റ്റ് ഇൻ നോ പ്രെയർ, പ്രേയേഴ്സിന് വേണ്ടി പോലും നമ്മള് നിസ്കാരത്തിലേക്ക് കടക്കാണ്, അല്ലെങ്കിൽ മറ്റു വല്ല പ്രാർത്ഥനയിൽ അമ്പലത്തിലേക്ക് കയറുക, അല്ലെങ്കിൽ മറ്റു വല്ല പ്രാർത്ഥനയ്ക്ക് മുമ്പും നമ്മൾ അതിലേക്ക് ഒരു ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ശുദ്ധീകരണത്തിന്റെ ഇടയിൽ നമ്മൾ ആ ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തിട്ട് ആ ചെയ്തത് എന്തിനാണെന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രെയർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തി, ഒക്കെ ചെയ്തു കൂട്ടി. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്ത് എന്തിനാണ്? ഇതൊക്കെ ചെയ്തിട്ട് ആ ആ ഒരു എക്സ്പീരിയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? അതായത് ആ ഒരു എക്സ്പീരിയൻസിനെ, ആ ഒരു പ്രെയർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനെ, അല്ലെങ്കിൽ ആ ഒരു ആ കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു കർമ്മം ചെയ്യണം എന്ന ഒരു രീതിക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്ത് പോകുന്നത് മാത്രമായിട്ട് പലപ്പോഴും പല പ്രാർത്ഥനകൾ പോലും മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്തിനു ചെയ്യണോ, ഏതിന് ചെയ്യുന്നു എന്നുള്ളത് വെറും പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇന്റൻഷൻ സെറ്റിംഗ് ഉണ്ട്. ഒരു നിയത്ത് വെക്കൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇവൻ ഇൻ അവർ ഫാസ്റ്റിംഗ് ഒരു നിയത്ത് വെക്കാന്ന് പറയുന്ന ഒരു കാര്യം വെക്കുന്നതെന്നല്ലാതെ, ഈ വെക്കുന്ന സാധനം എവിടെ വെക്കുന്നു, ആർക്ക് വേണ്ടി വെക്കുന്നു, എന്തിനു വെക്കുന്നു, ഏത് ഡയമെൻഷനിൽ നിന്ന് വെക്കുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ആ വെക്കുന്ന സമയത്ത് ആ വെക്കലിനെ വെക്കേണ്ടതായിട്ടുള്ള രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി റീചെക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാതെ ജസ്റ്റ് ഓപ്പൺനെസ്സോടുകൂടി ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്, കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വേണ്ടി എനിക്ക് സക്സസ് ആവണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇതാവണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അതാവണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പല ആൾക്കാരും ഷെയർ ചെയ്യണ്ട്. ഞാൻ അതൊക്കെ ചെയ്ത്, ഞാൻ ഇതൊക്കെ ചെയ്ത്, എല്ലാം ചെയ്തിട്ടും എന്റെ ഫാമിലിയിൽ നിന്ന് മാത്രം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, ഫണ്ടിന് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ്, എനിക്ക് ഇതിന്ന് ഒന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സാധനം എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ മക്കളെ എനിക്ക് നല്ല രീതിക്ക് വളർത്താൻ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്, എന്റെ ആ കാര്യം സെറ്റ് ആവാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്ത്, എല്ലാം ചെയ്തിട്ടും ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട രീതിയിൽ ചെയ്യപ്പെടാതിരുന്നത്. ആര് ചെയ്യാതിരുന്നത്? ചെയ്യിക്കുന്ന ആള്. ചെയ്യിക്കുന്ന ആള് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ചെയ്യിപ്പിക്കേണ്ട ആളത്തിലേക്കും നിങ്ങളിലേക്കും നിങ്ങൾ കറക്റ്റ് ആ റൂട്ട് കറക്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കുറച്ച് ഓണായിട്ട് ഇവിടെ ഇരുന്നാൽ മാത്രം ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്,
പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് എന്റെ യൂണിക് പോയിന്റ് എനിക്ക് കണ്ടെത്തണം, എന്റെ അത് കണ്ടെത്തണം, എന്റെ ഇത് എനിക്ക് കണ്ടെത്തണം, എനിക്ക് അതിലേക്ക് എത്തണം, ഇതിലേക്ക് എത്തണം, അതിലേക്ക് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങൾക്കിടയിലൊക്കെ എനിക്ക് എന്റേതായ സാധനം കണ്ടെത്തണം 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 എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് എന്തിനു ഞാൻ ഇത് കണ്ടെത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇത് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് കണ്ടെത്താനുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിലേക്കോ അതിലേക്കോ നമ്മൾ ഒരിക്കലും പോണില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഇരുത്തിരുന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ട്, എല്ലാരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ പറ്റാത്തത്. എനിക്കതുണ്ടല്ലോ ഫാത്തിമ, ഇതെല്ലാം ശരിയാണ്. എല്ലാ ക്ലാസ്സും കേട്ടിട്ട് എല്ലാ ഡയമെൻഷൻസും പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചോദ്യം, ഫാത്തിമ മാം ഇതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റോ? എനിക്ക് മാത്രം അത് ചെയ്താൽ ശരിയാവോ? എന്റെ ഫാമിലി നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കും. ഈ ഫാമിലിനെയും നിങ്ങളെയും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും 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 ഇതൊക്കെ പഠിച്ച ഒരാളുണ്ടല്ലോ, ഇതൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടല്ലോ, ഇതൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലേസിന് അറിയാം ഓൾറെഡി. ദി യൂണിവേഴ്സ് ഓൾറെഡി നോസ് ദാറ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ അവസ്ഥകൾ എങ്ങനെയാണ്, നിങ്ങൾ എവിടെ നിന്നാ വന്നേ, നിങ്ങൾ ഏത് അവസ്ഥയിൽ നിന്നാ വന്നതെന്നൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും 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 ഒരു ചിന്ത തന്നെ നിങ്ങളെ ഡിറക്റ്റ് ചെയ്തിട്ട്, ഒരു ചിന്ത തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഒരു സാധനത്തിലേക്ക് പ്രകൽപ്പിക്കുന്നുണ്ട്. എനിക്കത് ചെയ്താൽ കൊള്ളാം, അതായാൽ ഞാൻ എന്തെങ്കിലും ആവുമെങ്കിലോ, എനിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്നെങ്കിലും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഒരു കാര്യം എനിക്ക് കണ്ടെത്തണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ എവിടെ നിന്ന് വന്നോ എന്നൊന്നും കൂടി ചിന്തിച്ചു നോക്കാം. ഓക്കെ, നിങ്ങളെ സിറ്റുവേഷൻ ഈ പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും അറിയാം. ഓൾറെഡി ദ ക്രിയേറ്റർ നോസ് ദാറ്റ്, വൺ നോസ് ദാറ്റ് നിങ്ങളുടെ വീട്ടിൽ ഇതാ അവസ്ഥ, നിങ്ങളുടെ സാമ്പത്തിക നില ഇതാണ് അവസ്ഥ, നിങ്ങളുടെ കാര്യങ്ങൾ ഇതാണ് അവസ്ഥ. എന്നിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം തോന്നിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഈ തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ എവിടെ നിന്ന് വന്നു? ആ തോന്നൽ എന്തുകൊണ്ട് എന്റെ ഉള്ളിൽ തന്നെ ഇട്ട് തന്നോ? പല കാര്യങ്ങളും നമ്മൾ കുറെ കാര്യങ്ങൾ വീണ്ടും 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 വീണ്ടും, ഓ ഓക്കെ എനിക്ക് മാത്രം കുറെ പ്രശ്നം, എനിക്ക് മാത്രം അത് ഇത് എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ സ്വപ്നം ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു, ഒരു റിഗ്രഷൻ ആണെങ്കിൽ പോലും എനിക്ക് മാത്രം എന്തിനു ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കാം, വൈ ഐ ആം തിങ്കിങ് ലൈക്ക് ദിസ് ഒന്നും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ കണക്ട് ദാറ്റ് യു ആർ യൂണിക്. ആ പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ യൂണീക്ക് ആണെന്ന്. നിങ്ങൾ യൂണീക്ക് ആണെന്ന് എപ്പോഴാന്ന് അറിയും നിങ്ങൾ മനസ്സിലാക്കുക. ഈ എല്ലാരും വിചാരിക്കുക ഞാൻ യൂണീക്ക് ആവാ, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടെത്താന്ന് പറയുമ്പം പാട്ട് പാടുമ്പം ഡാൻസ് ചെയ്യുമ്പം അത് ഞാൻ എന്റെ എല്ലാരും, എന്റെ വീട്ടിലുള്ള ആൾക്കാരും എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ഇടുമ്പോൾ ഭയങ്കര ഫോളോവേഴ്സ് വരുന്ന സമയത്ത് അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്തും ഓക്കെ ഇതാണ് എന്റെ യൂണിക് പോയിന്റ് എന്ന് കണ്ടെത്തുന്ന സമയത്തല്ല ഒരു യൂണിക് സാധനം അവിടെ ജനിക്കപ്പെടുന്നത്. ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങളിലേക്ക് ഉണ്ടാക്കണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു സാധനം നിങ്ങൾ കണ്ടെത്തണം എന്നാണെങ്കിൽ ജസ്റ്റ് പ്രിപ്പയർ യു ഫ്രം യുവർ ഹാർട്ട്. നിങ്ങൾ തന്നെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങണം, ആദ്യം തന്നെ ഞാൻ യൂണീക്ക് ആയിട്ടാണ് വളർന്നിട്ടുള്ളത്. ജസ്റ്റ് ചിന്തിച്ചു നോക്കുക, ഇവിടെ ഹഫീഫിന്റെ കണ്ണും മൂക്കല്ല എനിക്കുള്ളത്, ജസ്മിന്റെ കണ്ണും മൂക്കും കൈയും കാലവും നല്ല എനിക്കുള്ളത്. അപ്പൊ മഫാസിന്റെയോ മുർഷിദന്റെയോ ഒന്നും കാര്യങ്ങളല്ല എനിക്കുള്ളത്. എന്റെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയോ എന്റെ ഫാദർ മദർ അല്ലെങ്കിൽ എന്റെ ബ്രദേഴ്സും കാര്യങ്ങളും ഒന്നുമല്ല ഇവർക്ക് ആർക്കും ഉള്ളത്. ഇവരെല്ലാരെക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് എന്നെ പഠിച്ചിട്ടുള്ളത്. അതന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വേ അല്ലേ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കാം. ഏതൊരു കാര്യം ഞാൻ ഇപ്പം ഇന്നലെ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏതൊരു പ്രൊഡക്റ്റിനും ആ പ്രൊഡക്റ്റിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഒരു ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൺ ആണെങ്കിൽ ആപ്പിളിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ആപ്പിളിന്റെ 15 Pro ആണല്ലേ? ഓക്കെ, 15 Proയിൽ ഇന്ന് നല്ല ഇത്ര ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ആണ് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ സാംസങ് ആണല്ലേ, ആ സാംസങ്ങിന് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവുക. കാരണം നമുക്കറിയാം ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന് ആ ബ്രാൻഡിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഒരു ബ്രാൻഡിന് ആ ബ്രാൻഡിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അതൊരു അഷ്യൂറൻസ് ആണ്. ഓക്കെ, ശരി അടിപൊളി, ആ ക്യാമറ എടുത്ത് ഈ മാക് ബുക്ക് എടുത്ത് അതൊരു അഷ്യൂറൻസ്. ഒരു ബ്രാൻഡിനെ പൊക്കി പറയണല്ലോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്കൊരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്നാണല്ലേ വാങ്ങിയത്, പൊക്കി വിശ്വാസമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സാധനം വിശ്വസനീയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അതിന് ഓൾറെഡി ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്കൊരു വിശ്വാസം വരൂലേ?
ഓക്കെ, അവരുടെ അടുത്തുനിന്നല്ലേ അത് വിശ്വസിക്കാൻ നമുക്ക് തോന്നുന്നില്ലേ? ഈ വിശ്വാസം എന്തുകൊണ്ട് നമുക്ക് നമ്മളോട് തോന്നില്ല? ഞാൻ അവിടുന്നല്ലേ വന്നത്. അവിടുന്ന് ഞാൻ വന്ന ഒരാളാണെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ഞാൻ ആരിൽ നിന്നാ വന്നത്? ഏതാളാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനെയും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്രിയേറ്റർ എന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാൻ ഓൾറെഡി വന്നിട്ടുള്ളത്. ഞാൻ വരുന്ന സമയത്ത് പോലും എന്നെ ഒരിക്കലും ഇപ്പം ഇവിടെ കാണുന്ന മിൻഹനെ പോലെയോ മുർഷിദനെ പോലെയോ മുബഷീറിനെ പോലെയോ ഒന്നുമല്ല എന്നെ പഠിച്ചത്. എന്നെ എന്റേതായ വേയിലാണ് പഠിച്ചത്. എനിക്ക് ഇവർക്ക് ആർക്കും ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. പല ആൾക്കാരും പറയാം ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ. ഓക്കെ, ഫൈൻ, പ്രശ്നങ്ങളെങ്കിലും യൂണീക്ക് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ. ജനിപ്പിച്ച മുതലിൽ തന്നെ നിങ്ങൾ എല്ലാവരും യൂണീക്ക് ആയിട്ട് തന്നെയാ വന്നത്. പക്ഷെ അതിനെ നോക്കുമ്പം പ്രശ്നങ്ങൾ മാത്രം തന്നിട്ടുള്ള യൂണീക്ക് ആയിട്ട് തന്നിട്ടുള്ള പഠിച്ചവനെ നോക്കാതെ പ്രശ്നങ്ങളെക്കാൾ അപ്പുറത്തേക്ക് പ്രശ്നം തരുമ്പോൾ നിങ്ങൾ പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പരിഹാരമുണ്ട്. ആ പരിഹാരം സൃഷ്ടിക്കാനേ, ആ പരിഹാരം കണ്ടെത്താനുള്ള മനസ്സും മാനസികാവസ്ഥ നമുക്ക് എത്താത്തതുകൊണ്ട് നമ്മൾ പരിഹാരം കണ്ടെത്താതെ എത്തുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇപ്പൊ യൂണീക്ക് പോയിന്റ് കണ്ടെത്താന്ന് പറയുമ്പോൾ യൂണീക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഞാൻ എന്തോ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കുറെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അലാദീനെ പോലുള്ള ഒരു സാധനം എന്റെ തലയിലേക്ക് വന്ന് എന്റെ നാടിനരമ്പുകളിലൂടെ എല്ലാത്തിലൂടെയും കടന്നുപോയി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് എന്റെ യൂണീക്ക് പോയിന്റ് കണ്ടെത്താൻ പറ്റും. ഇതൊന്നും അല്ലാത്ത സാധനം, അതൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സിൽ അത് നല്ലൊരു സാധനം. അങ്ങനെ നല്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേല കണ്ടെത്താൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സാധനം സംടൈംസ് നമ്മൾ പോലും അറിയാതെ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന, നമ്മൾക്ക് ആരും അപ്രീഷിയേറ്റ് ഒന്നും ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ആരും പറയാതെ തന്നെ പെട്ടെന്ന് തോന്നിയ ഒരു ആക്ഷനിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങള്, അല്ലെങ്കിൽ ആരോടും പറയാതെ തന്നെ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില കാര്യങ്ങള്, ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും, ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അതൊക്കെ ആയിരിക്കും സംടൈംസ് നമ്മൾ യൂണീക്ക് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടാവുക. ഈ കാര്യങ്ങള് പുറത്ത് കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന തിരക്കില് അകത്തേക്കൊന്നും നോക്കാതെ സിമ്പിൾ ഒന്ന് ഇരിക്കുക. നിങ്ങള് എത്ര ആളെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്? ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ എന്തെങ്കിലും ആയിട്ടില്ല, ആയിട്ടില്ല, ആവുന്നില്ല, എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ തോറ്റു പോയിട്ടില്ല എന്ന് ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചോദിക്കുമ്പോ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ജയിച്ചാൽ എന്താ ഉണ്ടാവാന്ന് ഒറ്റ ശക്തിയിൽ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാണെങ്കിൽ അവിടുന്ന് മുതൽ നിങ്ങൾ ജയിച്ചോളൂ. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം, ഒരു 200 പ്രാവശ്യം ഇങ്ങനെ പറ്റൂല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരൊറ്റ ഒരൊറ്റ തവണ 200 പ്രാവശ്യം പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 100 പ്രാവശ്യമെങ്കിലും സിമ്പിളായിട്ട് നിങ്ങളൊന്ന് എനിക്ക് പറ്റിയ എന്തൊക്കെ സംഭവിക്കുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ, ശരിക്കായിട്ടുള്ള വേല ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെയാ മോട്ടിവേഷൻ വർക്കാണ്. ചില ആൾക്കാർ മോട്ടിവേഷൻ തരും ഫാത്തിമാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇരുത്തിരിക്കും, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അവർക്ക് അറിയാം ഓൾറെഡി എന്താ ട്രൂത്ത് എന്ന്. അവര് പണിയെടുത്താലേ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവർ നന്നാവുള്ളൂ. പക്ഷെ എന്തോ ഒരു സുഖം പുറത്തുനിന്ന് ഒരാൾ മോട്ടിവേഷൻ തരുമ്പോ, എടാ നിനക്ക് നിന്റെ ഉള്ളിൽ കഴിവുണ്ടടാ, അത് പുറത്തുള്ള ആൾ അഷ്യൂർ ചെയ്യണം. എടാ നീ സംഭവം ശരിക്കും നമ്മളെല്ലാരും ഇതൊക്കെ പറഞ്ഞെടുക്കും. നമ്മളെല്ലാരും എന്താ യൂണീക്ക് പേലല്ലേ ഉണ്ടായത്, നമ്മളെല്ലാവർക്കും ഇങ്ങനതായ ഒരു കാര്യം ഉണ്ടടാ, എല്ലാവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഒരു റീസൺ ഉണ്ടടാ, നിന്റെ ലൈഫിൽ നടക്കുന്നതിന്റെ റീസൺ നീ മനസ്സിലാക്കൂടാന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ ഓക്കെ ശരിയില്ലേ എന്ന് പറയുമ്പോ ഒരു ആത്മനിർവൃതി വെറുതെ കിട്ടുന്നുണ്ട്. അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് സജസ്റ്റ് ചെയ്യുമ്പം, എന്തിനീ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന, യുവർ ഹാർട്ട് നോസ് ദാറ്റ്, അത് ഹാർട്ട് എഗ്രി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ബോഡിയും നിങ്ങളും അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് എഗ്രി ചെയ്യുന്നത്. അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പുറത്തേക്ക് എപ്പോഴും നോക്കി, പുറത്തേക്ക് എപ്പോഴും മോട്ടിവേഷൻ നോക്കി എന്റേതായിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്, എന്റേതായിട്ടുള്ള ഒരു സാധനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നിട്ടും വർക്ക് ആവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള ഉള്ളില്, അത് നിങ്ങൾക്ക് എത്ര പ്രായമായാലും, നിങ്ങൾ എത്ര പ്രായമായാലും ഏതൊരവസ്ഥയിലേക്ക് എത്തിയാലും, ഇതിപ്പോ ചെറുതായിക്കോട്ടെ നിങ്ങൾ വലുതായിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര പേരമക്കൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോ ജനിച്ചു വീണതേ ഉള്ളൂ, വാട്ട് എവർ, നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്, എനിക്ക് എന്റേതായ ഒരു വേയിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു വേ കണ്ടെത്താനുള്ള ജേണിയിലാണ് ഞാൻ. ആ ജേണിയിൽ എന്ന് പറയുമ്പം പുറത്തേക്ക് അന്വേഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ എന്റെ അകത്തേക്കൊരു തട്ടം, അകത്തേക്കൊരു യാത്രയിലേക്ക് വേണ്ടി പ്രിപ്പറേഷനിലാണ്. അകത്തേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ഇരുന്നില്ലേ, ഒന്ന് സിമ്പിളായ മെഡിറ്റേഷനിൽ ഇരുന്നില്ലേ, ഇങ്ങനെയുള്ള ഇരുത്തങ്ങളും ചില സമയം ഇരിക്കും.
ഒരുപാട് വിഷ്വലൈസേഷനും ആ മെഡിറ്റേഷന്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൂതിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടെന്ന് നിങ്ങളെ കണ്ണിന്നൊക്കെ വെള്ളം വരുത്തിക്കാനുള്ള മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരിക്കാൻ എനിക്കറിയാം. എന്നിട്ടും എന്നിട്ടും ഞാൻ ഇന്ന് സിമ്പിൾ മെഡിറ്റേഷൻ തന്നത്, ചില ദിവസം നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, ചില ദിവസം വെറുതെ ഒന്നും ഇല്ലാതിരിക്കണം. ചില സമയത്ത് നമ്മൾ ഒന്നും അല്ലാതാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും പോയി, എല്ലാ മനുഷ്യന്മാരും പോയി, എന്റെ ആൾക്കാരും പോയി, വീട്ടുകാരും പോയി, നാട്ടുകാരും പോയി, എല്ലാരും പോയി, ഞാൻ ഒറ്റക്കായി. ഇനി എനിക്ക് ആരുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെന്റില് സംടൈംസ് നമ്മൾ ചിന്തിക്കും, ഇനി എനിക്ക് ആരുണ്ട്, എന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ ദൈവമുണ്ട്, നോക്കാം ആരുണ്ട് എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഒറ്റപ്പെടുമ്പോ നമ്മൾ ചില സമയം ചിന്തിച്ചു പോകുന്ന ഒരു ഒറ്റപ്പെടലിന്റെ ചിന്തയിൽ ഒറ്റവനെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ ഒറ്റ മൊമെന്റ് ആയിരിക്കും സംടൈംസ് നിങ്ങളെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഏറ്റവും പ്രഷ്യസ് മൊമെന്റ്. അപ്പം ചില സമയത്ത് നിങ്ങൾ ഒറ്റക്കാക്കിയവൻ, ആ ഒറ്റവനായി നിൽക്കുന്ന ആ ഒറ്റക്കാക്കിയവൻ ആ ഒറ്റപ്പെടുത്തിയതിലൊരു റീസൺ കാണുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ, തളർന്നു പോയിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത് ആരും ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോനേന്ന് സംടൈംസ് കാണിച്ചു തരാൻ വേണ്ടി മാത്രാണ്. അപ്പം ചില സമയങ്ങളില് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു ഇരുത്തം നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, യുണീക് പോയിന്റിനെ കണ്ടെത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതല്ല. ഒന്ന്, അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂടാം. ഓക്കെ, അങ്ങനെ അത് കണ്ടെത്തിയ ആൾക്കാരെ അത് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ കൂടെ കൂടാന്നുള്ളത് വലിയൊരു മാറ്റർ. അത് കൂടിയതിനു ശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ കൂടിയ കൂട്ടത്തിന്റെ പേരിൽ തന്നെ ആ കൂട്ടം നിങ്ങളെ വല്ലാത്തൊരു കൂട്ടത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്തിട്ട് എനിക്ക് വർക്കാവുന്നില്ല, ഇത് ചെയ്തിട്ട് എനിക്ക് വർക്കാവുന്നില്ല, അതാവുന്നില്ല, ഇതാവുന്നില്ല എന്നൊക്കെ 100 തവണ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ എന്തിനു ഇതൊക്കെ ചെയ്തു, ഞാൻ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, ആരിലേക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് വീണ്ടും 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 റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം യുണീക് പോയിന്റ്, കീ ഫോർ ലൈഫ് എന്നൊക്കെ നമ്മള് എന്താ പറയാ ടോപ്പിക്കിലും സബ്ജക്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കീ എന്ന് പറയുമ്പം ആദ്യത്തെ പ്രോസസ്സാണ് കീ ഇടാന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ കീ ഇടണമെങ്കിൽ ഉണ്ടല്ലോ, അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, അതൊരു കൈ വേണം. ഓക്കെ, അതൊരു കൈ വേണം. ആ കീ ചില സമയം വലിയ കീ ആയിരിക്കും. നമ്മളൊരു ഡോറിന്റെ താക്കോലും അത് സാധാ താക്കോലൊന്നും ആയിരിക്കൂല, നല്ലൊരു ഗോൾഡൻ താക്കോലൊക്കെ ആയിരിക്കും. ആ ഗോൾഡൻ താക്കോല് നമ്മൾ പിടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആദ്യം നമ്മൾ പാകപ്പെടുത്തണം. ആ പാകപ്പെടുത്തലിലേക്ക് നമ്മൾ ചില സമയം ഈ നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കൂലേ, ടെമ്പിൾ റണ്ണും സബ്വേ സർഫും ഒക്കെ കളിക്കുന്ന പോലെ നമ്മളിങ്ങനെ കളിച്ച് 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 പോകുമ്പോൾ നമുക്ക് കുറെ കോയിൻസ് കിട്ടും. ആ കോയിൻസ് കിട്ടും, കുറെ സ്റ്റാർസ് കിട്ടും. അതിന്റെ ഇടയിൽ ചില സമയം ചില കീസ് ഒക്കെ കിട്ടും, കുറെ സാധനങ്ങൾ അൺലോക്ക് ചെയ്യാനുള്ള, കുറെ ഗിഫ്റ്റ് അൺലോക്ക് ചെയ്യാനുള്ള കീസ് ഒക്കെ പോലെ. അപ്പം കുറെ കീസും കുറെ താക്കോലും കുറെ കോയിൻസ് ഒക്കെ കിട്ടി കിട്ടി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മള് ചില അടുത്ത ലെവൽ ഓപ്പൺ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്താം. അപ്പം അതേപോലെ നമ്മുടെ ലൈഫിന്റെ അടുത്ത ലെവൽ, അടുത്ത ഡയമെൻഷനെ ആ ഒരു കീ ഫോർ ലൈഫ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളിങ്ങനെ കുറെ ലെവലിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാർ അനുഭവിക്കുന്ന അനുഭവങ്ങളിലൂടെ പോസിറ്റീവ് സൈഡിലെ, അതിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ പാഠങ്ങൾ എടുത്തെടുത്തെടുത്ത് വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യങ്ങളിലൂടെ പാകപ്പെടുന്നുണ്ടാവും. ആ പാകപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ സ്വർണത്തിന്റെ കീ ആയിരിക്കാം നിങ്ങളുടെ യൂണിക് പോയിന്റിന്റെ ആ ഒരു താക്കോൽ എന്ന് പറയുന്നത്. ആ താക്കോല് പിടിക്കാൻ വേണ്ടി, തുറക്കുന്നതിന് മുമ്പ് ആ താക്കോലൊന്ന് പിടിക്കണ്ടേ? ആ പിടിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു മൊമെന്റ് ഉണ്ട്, അതിലേക്ക് പാകപ്പെടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ പാകപ്പെടലിലേക്ക് വേണ്ടി ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആസ്ക് വിത്തിൻ. ആസ്ക് വിത്തിൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിലേക്ക് നോക്കാനോ, എന്റെ ഉള്ളിൽ ആ താക്കോല് തുറക്കാനോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ആരക്കുമായി, ഞാൻ വലിയ കോച്ചൊക്കെ ആയിട്ട് എന്താ കാര്യം? ഇതൊക്കെ ആയിട്ട്, ഇതൊക്കെ തുറക്കാനുള്ള, ഇതൊക്കെ ആയിട്ടും ആക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഡയമെൻഷൻസ് മൊത്തം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന്റെ എല്ലാ തലങ്ങളും, ആ കോച്ചിങ്, ഈ കോച്ചിങ്, ഈ അത് ഇത്. ഇനിയിപ്പോ ഞാൻ ടീച്ചറായി, എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ എന്താ പറയാ പാരന്റിങ് റോള് വരുന്നുണ്ട്, അതിൽ കുട്ടികളുടെ അടുത്ത് ശകാരിക്കുന്ന റോള് വരുന്നുണ്ട്. ഇതൊക്കെ വരണമെങ്കിൽ ഞാൻ ടീച്ചറായിട്ട് വീട്ടിലിരുന്നാൽ പോരാ, ക്ലാസ് എടുക്കാൻ വേണ്ടി പോണം. ആണല്ലോ, ഞാൻ ഡോക്ടർ ആയിട്ടുണ്ട്, അതിൽ ഞാൻ സൂചി കുത്താൻ പഠിച്ചിട്ടുണ്ട്, മരുന്ന് കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്, എന്താ പറയാ ഇങ്ങനെ പരിശോധിക്കാൻ പഠിച്ചിട്ടുണ്ട്, കണ്ണ് നോക്കിയിട്ട് ചോര ഉണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുകൊണ്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ പോണം.
എന്നാൽ മാത്രമേ രോഗികളെ കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ആ രോഗികളെ കൊണ്ട് നമ്മൾ ഈ പഠിച്ചതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഇങ്ങനെ മേലെ നിന്ന് നോക്കുന്നുണ്ടാവും മക്കളെ നിങ്ങൾ ഓരോ നേരവും. എടാ ഞാൻ ഓൾറെഡി ഡോക്ടറൊക്കെ ആക്കിയിട്ടാണ്, ഡോക്ടറിനെ ഉദ്ദേശിച്ച ഒരു ഉദാഹരണം കേട്ടോ, ഓൾറെഡി ഞാൻ നിനക്ക് വേണ്ട യൂണിക് പോയിന്റ് മൊത്തം തന്നിട്ടാടാ ഭൂമിയിലേക്ക് അയച്ചേ. നീ എന്താടാ നീ ഇങ്ങനെ കളിച്ചൂട്ടണേ, നീ അതിലേക്ക് ഇറങ്ങാത്ത എന്തേന്ന് ചോദിച്ചോണ്ടിരിക്കൂലേ മേലേന്ന്. ഇതൊക്കെ കണ്ടെത്താണ്ട് ഓൾറെഡി നിങ്ങൾ ഒരു പടി വെക്കുമ്പോൾ 100 പടി ഞാൻ ഇങ്ങോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ പാതി ഓൾറെഡി ദൈവം ചെയ്തു വെച്ചിട്ടാ ദൈവം നമ്മൾ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടല്ലേ. ബാക്കി പാതി നമ്മൾ കണ്ടെത്താം. ആ ബാക്കി പാതി കണ്ടെത്തുമ്പം ബാക്കി എല്ലാ പാദവും അവൻ തന്നെ കണ്ടെത്തി തരും. എന്ത് നീതിമാനാന്ന് നോക്കിയൊക്കെ, എന്ത് കരുണയാ നമ്മളോട് കാണിക്കുന്നത് നോക്കിയേ. ആദ്യമേ പാതി ക്ലിയർ ചെയ്ത് തന്നു, എന്നിട്ട് നമ്മളെ പാദം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ആക്ഷൻ എടുത്താൽ മതി. അപ്പൊ പറയാ, നീ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ, ഒരു പടി എടുക്കുമ്പോൾ 10 പടി ഞാൻ നിനക്ക് വേണ്ടി എടുക്കുമെന്ന് പറയുമ്പോ, ഇങ്ങനൊക്കെ എപ്പെങ്കിലും വേദം വായിച്ചിട്ടുണ്ടോ? ഇങ്ങനൊക്കെ എപ്പെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ചിന്തിച്ചു പോയിട്ടുണ്ടോ? എത്ര കരുണ നിങ്ങളോട് കാണിക്കണേ. അങ്ങനെയെങ്കിലും നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്നാവടാന്നാണ് ഉദ്ദേശിച്ചില്ല. വീണ്ടും 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 ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞോണ്ടിരിക്കണം. അപ്പം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി റെഡി ആവാ. അതിലേക്ക് ദൈവം കുറെ കനിവ് കാണിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് ദൈവം കനിവ് കാണിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. ആ യാത്ര തുടങ്ങാന്നുള്ളത് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ എത്ര വലിയ ടീച്ചറും ഡോക്ടറും ആയിട്ട് കാര്യമില്ല. ആ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോണം. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണം. ആ പോയാൽ മാത്രമേ രോഗികളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ ലൈഫ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള സാധനം രാവിലെ ആവുന്നുണ്ട്, രാത്രിയാവുന്നുണ്ട്, രാവിലെ ആവുന്നുണ്ട്, രാത്രിയാവുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലോന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഫ്ലോ എന്നല്ലത് അഡ്ജസ്റ്റ്മെന്റാ. നിങ്ങൾ തൃപ്തി അല്ലെങ്കിൽ അത് ഫ്ലോ എന്നല്ല, അത് അഡ്ജസ്റ്റ്മെന്റാ. വെറുതെ നിങ്ങൾ കള്ളം പറയാണ്, വെറുതെ നിങ്ങൾ ആരെയെ പറ്റിക്കാൻ നോക്കണേ. ഒന്നും കൂടി ചിന്തിച്ചു നോക്കുക. ആരെയാ നിങ്ങളെ പറ്റിക്കണേ? നിങ്ങളെ തന്നെയാ പറ്റിക്കണേ. നിങ്ങൾ ഈ ലൈഫിൽ തൃപ്തിയല്ല, നിങ്ങളുടെ എന്താന്നറിയില്ല, എവിടെയോ ഒരു ഗുലുമാല ഉണ്ടെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഞാൻ ഒരു ഫ്ലോയിലാണെന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ഫ്ലോയിലല്ലോ, ഉണ്ടയാണ്. നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് പറയണേ ഞാൻ നിന്റെ ഫ്ലോയിലാണ്. ഫ്ലോ ഒന്നല്ല, അത് അഡ്ജസ്റ്റ്മെന്റാ. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് മാറ്റി വെച്ചിട്ട് യുണീക് പോയിന്റിനെയും നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റിനെയും കണ്ടെത്തണം എന്നാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നടക്കാൻ നിങ്ങൾ റെഡി ആയേ പറ്റുള്ളൂ. നിങ്ങൾ നടക്കാൻ റെഡി ആവുന്ന സമയത്ത്, അവിടെയാണ് ഞാൻ പറഞ്ഞത്, പാദം നിങ്ങൾ വെക്കുന്ന സമയത്ത് പാത തരാൻ വേണ്ടിട്ട് ഒരുപാട് മനുഷ്യന്മാർ നിങ്ങളെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഇതൊന്നും കാണൂല. നിങ്ങൾ കാണുന്നത്, ഞാനൊരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് ആരെങ്കിലുമൊക്കെ അത് കൊളായി പോയി കഴിഞ്ഞാല് എല്ലാരും എന്നെ കളിയാക്കൂലേ, അത് നടക്കാതിരുന്നതിന് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തൂലേ. ഇതൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നിങ്ങളെ ലൈഫിൽ വരുന്നത് മാത്രമേ നിങ്ങളെ കാണുള്ളൂ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ തീവ്രമായ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാല്, അതിനു വേണ്ടി പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാലും പ്രപഞ്ചം മുഴുവൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. എന്റെ അപ്പുറത്തെ വീട്ടിലെ ശശിയേട്ടൻ എന്നെ അയാൾക്ക് എന്നെ അല്ലെങ്കിൽ ഒരു കടിയാണ്. ഇനി എങ്ങാനും ഞാനത് ചെയ്തിട്ട് നടന്നിട്ടില്ലെങ്കിൽ അപ്പുറത്തെ അയ്മുട്ടിക്കും ശശിയേട്ടനും അപ്പുറത്തെ സുബൈദത്തൊക്കെ എന്നെ കളിയാക്കൂലേ, ഞാൻ തോറ്റുപോയാലോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പ്രപഞ്ചം മുഴുവൻ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. അപ്പുറത്തെ അയ്മുട്ടിക്കാനെ മാത്രം നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓടി ഒത്തട്ടത്. ഇപ്പൊ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് ആക്ഷൻ ടുവേർഡ്സ് യുവർ ഡ്രീംസ്. യു ആർ ഓൾറെഡി യൂണിക് ഇൻ യുവർ ഓൺ വേ. പക്ഷെ ആ ആക്ഷൻസ് അത് കണ്ടെത്താനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കണം. ഓക്കെ, അത് ഓൾറെഡി അത് നിങ്ങൾ അങ്ങനെയാണ്, അത് മനസ്സിലാക്കാം. എന്നിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അത് കണ്ടെത്താനുള്ള വേയിലേക്ക് നടക്കുന്ന സമയത്ത്, അത് നിങ്ങൾ അതിനു വേണ്ടി നടക്കുന്ന സമയത്ത് അത് കണ്ടെത്തിക്കാനുള്ള മനുഷ്യന്മാർ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞു പോയിട്ടുള്ളതില് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവല്ലോ. പിന്നെ ഇവിടെ വന്ന് വെറുതെ ഇരുന്നിട്ടുണ്ടാവല്ലോ. ഈ ഇരുത്തം പോലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്രിയേറ്റർ ഇവിടെ, നിങ്ങൾ എത്രയോ പേര് കാര്യം കണ്ടിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇത് കേൾപ്പിച്ച് തരണം എന്നാണെങ്കിൽ, ഇത് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ലേ, നിങ്ങളൊരു യാത്രക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ യാത്രക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിനെ ഒരുക്കി തരുന്ന കുറെ മനുഷ്യന്മാർ നിങ്ങളെ ലൈഫിൽ വരും എന്ന് പറയുമ്പോൾ, ഈ സെഷൻ പോലും സംടൈംസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സെഷൻ പോലും അങ്ങനെയുള്ള മനുഷ്യന്മാരില്ലേ. ഈ മനുഷ്യന്മാര് വരാന്ന് പറയുമ്പോൾ അലാവുദ്ദീന്റെയും മാജിക്കൽ വേൾഡിലൊക്കെ കാണുന്ന എന്താ പറയാ കഥകൾ പോലെ ഇങ്ങനെ മറ്റേ
ഇങ്ങനെ മാന്ത്രിക തൊപ്പിയൊക്കെ വെച്ചിട്ട് വരുന്ന മനുഷ്യന്മാരൊന്നും ആയിരിക്കില്ല. സംടൈംസ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിലൂടെ കാണുന്ന കല്ലായിരിക്കാം. അങ്ങനെയാണ് പല ആൾക്കാർക്കും. ഒരു കല്ലായിരിക്കാം, അതാണ് റൂമിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒരു കല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടാനായിരിക്കാം, ഒരു മുട്ടലിന്റെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു സാധാരണ പിച്ചക്കാരനായിരിക്കാം. അവർക്കായിരിക്കും സംടൈംസ്, അല്ലെങ്കിൽ വലിയ ആരോ നിലയിലെത്തുന്ന ആൾക്കാർ മാത്രമായിരിക്കൂല. ഇതുപോലെ രാവിലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു സെഷൻ ആയിരിക്കാം നമ്മുടെ ലൈഫിനെ മേ ബി സംടൈംസ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളത്. ഒരുപാട് വേസും ഒരുപാട് ഡോസും നിങ്ങളെ കാണിച്ചു തരാനുള്ള മനുഷ്യന്മാരൊക്കെ ചുറ്റിലുണ്ട്. ഒരൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളെ തളർത്തുന്ന മനുഷ്യന്മാരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ കാണാൻ കാണിച്ചു തരുന്ന മനുഷ്യന്മാരുടെ കൂടെ കൂടും. യു ആർ ഓൾറെഡി ദെയർ, യു ആർ ഓൾറെഡി സ്റ്റിൽ ദെയർ. നിങ്ങൾ ഏത് പോയിന്റിൽ ഇപ്പൊ നിൽക്കുന്നതെന്നൊന്ന് ചിന്തിക്കാം. ഞാൻ എന്റെ 100% ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കാം. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ എന്റെ 100%ഉം കൊടുത്ത് എന്റെ ഇന്ന ലൈഫിൽ എനിക്ക് ഇനി എന്റെ ഉള്ളിൽ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ മൊത്തം കൊടുത്തിട്ടുണ്ടോ, എന്റെ അത്രയും 100% ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. കൊടുത്തിട്ടില്ലെന്നാണെങ്കിൽ ഞാനും നിങ്ങളും എല്ലാരും കള്ളന്മാരാ, ഞാനും നിങ്ങൾ എല്ലാരും കടക്കാരനാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹിയർ ആഫ്റ്ററിൽ പോയി ചോദിക്കൂലേ, ഞാൻ ഇത്രയും സാധനം നിനക്ക് തന്നിട്ട് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യത്തിലുണ്ട് നമ്മളെല്ലാരും കടബാധ്യത ഉള്ളവരാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കും നന്ദിയില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറും. അങ്ങനെയുള്ള ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും പെടാതിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും പെടുത്താതിരിക്കുക. നിങ്ങളുടെ യൂണിക് പോയിന്റ് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള വേ എല്ലായിടത്തും ഉണ്ട്. അതിനല്ലേ ഇപ്പൊ ഇവിടെ മാജിദ് യൂണിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഗൈഡഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരിക്കലും യൂണിക് പോയിന്റിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇത് പറഞ്ഞത്. എങ്കിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരുപാട് സെഷൻസ് ഇപ്പൊ ഇനിയിപ്പോ കമ്മിങ് ഏപ്രിലിൽ ഒരുപാട് യൂണിക് പോയിന്റിനെ കണ്ടെത്താൻ വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ജോസഫ് അന്നംകുട്ടിയിലൊക്കെ പോലെ ഉള്ള ആൾക്കാരൊക്കെ വന്ന് ഞാനും ഉണ്ടാവും. ഓക്കെ, അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരും സെഷൻസ് ഒക്കെ വന്ന് നിങ്ങളെ യൂണിക് പോയിന്റിനെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് വേണ്ടി ആക്ഷൻസ് എടുക്കണം. എല്ലാം നിങ്ങളുടെ വായിൽ വെച്ച് തരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ ഒരു പടി വെക്കുമ്പോൾ 100 പടി വെക്കാൻ ആൾക്കാർ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എപ്പോഴും കംഫർട്ട് സോണിൽ നിന്നിട്ട് മായാവി വന്ന് എന്നെ രക്ഷിക്കും എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇങ്ങനെ കുറെ മായാവികളെ പോലെയുള്ള മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർ നിങ്ങളെ കാണിച്ചു തരാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അതിലേക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. അതിലേക്ക് വേണ്ടി നിങ്ങൾ സംടൈംസ് തിരുവനന്തപുരത്തുള്ള ആളായിരിക്കും, അതിന് വേണ്ടിയിട്ട് കണ്ണൂർക്ക് കോഴിക്കോടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാവും. അതൊരു ട്രാവലിംഗ് ഭയങ്കര മുഷ്കിലായിരിക്കും. പക്ഷെ ആ ട്രാവലിംഗ് എടുക്കാനുള്ള റിസ്ക് നിങ്ങൾ എടുക്കണം. അപ്പണെങ്കിൽ നിങ്ങൾ എടുത്താലല്ലേ 100 പടി ഇങ്ങോട്ടേക്ക് വെക്കുള്ളൂ. ആ 100 പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫുഡ് സ്റ്റെപ്പ് ആയിരിക്കൂല. ഒന്നും കൂടി ചിന്തിക്കാം, അവിടുത്തെ ഒരൊറ്റ പടി മതിയായിരിക്കും നമ്മൾ എന്താ ലൈഫ് ഒന്ന് കഴിച്ചലാവാൻ. ഓക്കെ, നമ്മളൊരു പടി ആയിരിക്കൂല അവിടുത്തെ ഒരു പടി. അവിടുത്തെ 10 പടി ഇങ്ങോട്ട് വെക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലതും ആയിട്ടുണ്ടാവും. ആ 10 പടിന്റെ ഒരു പടിന്റെ അരപ്പടിയെങ്കിലും ഒരു ജസ്റ്റ് ഒരു അനക്കം പോലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണെങ്കിൽ കുറച്ചൊക്കെ എഫേർട്ട് നിങ്ങൾ തന്നെ പുട്ട് ചെയ്യാം. അപ്പം സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെ നല്ലോണം കൊണ്ടിട്ടുണ്ടാവും, നമുക്ക് നല്ലോണം അറിയാം. ആർക്കൊക്കെ നല്ലോണം കൊണ്ടിട്ടുണ്ട്. ഞാൻ വെറുതെ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ്, വെറുതെ തോന്നിയിരിക്കുകയാണ്, ഞാൻ ഒന്നും ചെയ്യണില്ല എന്ന് കുറെ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. എല്ലാവർക്കും അത് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. സാരമില്ല, ഇടയ്ക്ക് ഇങ്ങനെ കൊള്ളണം. ആ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടാല് മാത്രമേ ഇങ്ങനെ നന്നാവുള്ളൂ. അപ്പം ചില ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെ സ്ലീപ്പി ആയിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവും. സ്ലീപ്പി ആയിട്ട് പോലും നിങ്ങൾ ഇവിടെ ഇരുന്നത് കേട്ടല്ലോ, ദർ ഇസ് സംതിങ്. സ്ലീപ്പി ആയിട്ട് പോലും നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാമായിട്ട് പോലും നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാമായിട്ട് പോലും യു ആർ സ്റ്റിൽ ഹിയർ, ദർ ഇസ് സംതിങ്. അപ്പം എല്ലാവരും ചൂസറാണ്. എല്ലാവരും ഇൻ ദ വേ ഓഫ്, എല്ലാവരും യൂണിക് ആണ് ഇൻ ദ ബൈ ദ വേ ഓഫ് ക്രിയേറ്റഡ്. അപ്പം എന്ത് ചെയ്യാം, അപ്പം സിമ്പിൾ ആയിട്ട് ഇപ്പം ഇവിടെ ഈ മജിദിനെ കണ്ടുകൊണ്ട് പറയാണ്, നമുക്ക് ഏപ്രിൽ 13 ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും, ഞാൻ ഒരുപാട് ആൾക്കാർ നേരിട്ട് കണ്ടിട്ടില്ല, എല്ലാവരും ഉണ്ടാവണം. ഏപ്രിൽ 13 നമ്മളെ യൂണിറ്റ് ഫെസ്റ്റിന്റെ തേർഡ് ഓർ ഫോർത്താ തോന്നണം. അപ്പം തേർഡ് അല്ലേ, ഓക്കെ, തേർഡ് ഫെസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഞാനും ഉണ്ടാവും. ഐ എം സോ എക്സൈറ്റഡ് ടു സീ യു ഓൾ. നമുക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ ഞാനും എന്റേതായിട്ടുള്ള ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണം. എന്റെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും കാണാം അവിടെ. സോ ഐ ഹോപ്പ് എവറി വൺ ഗെറ്റ് ദ പോയിന്റ്. കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിനപ്പുറത്തേക്ക് ഒന്നുള്ളിലേക്ക് നോക്കുക, അതിന് വേണ്ടിട്ട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ എല്ലാവരും യുണീക്ക് ആണ്, നിങ്ങൾ എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ എല്ലാവരും ചിരി കാണാനും
ഭയങ്കര മജ്ജാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇളിച്ചോണ്ട് ഒരു കുഞ്ഞു മക്കളെ പോലെ ഇരിക്കുന്ന ആ യുണീക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ചിരിക്കില്ലേ, ചിരി യുണീക്കാണ്. നിങ്ങളുടെ കണ്ണ് യുണീക്കാണ്, നിങ്ങളുടെ മൂക്ക് യുണീക്കാണ്. ആ ഒറ്റ ചിരി മതി, അത് മതി എല്ലാവർക്കും. അതുവരെ യൂണീക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാരും ബ്യൂട്ടിഫുൾ ആണ്, എല്ലാരും ബ്യൂട്ടിഫുൾ സോൾ ആണ്. സീ യു അറ്റ് April 13. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. അപ്പം ഇനി എപ്പോഴെങ്കിലും മറ്റു സെഷൻസിലും കാര്യങ്ങളിലൊക്കെ കാണാം. ഇനി നിങ്ങളുടെ ടൈമാണ്, നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. സോ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ്, ആൻഡ് താങ്ക് യു സോ മച്ച് മാർജിത് ഫോർ ഇൻവൈറ്റിംഗ് മീ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫാത്തിമ, താങ്ക് യു സോ മച്ച്. എന്റെ സൗണ്ട് ചെറിയ വ്യത്യാസമുണ്ട്, പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, നമ്മളെല്ലാ ഡയമെൻഷനെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു ക്ലാസ് ആയിരുന്നു. മീൻസ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങി എല്ലാ ഡയമെൻഷനിലും ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും. നമ്മളുടെ ഉള്ളിലെ നമ്മൾ പറയാറില്ല, നിങ്ങളിലെ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാറില്ലേ. അപ്പൊ നമ്മുടെ യുണീക്നെസ് എന്ന് പറയുന്ന സമയത്താണെങ്കിലും മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു റിയൽ സെൽഫ് ഉണ്ട്, ഒരു ട്രൂ സെൽഫ് ഉണ്ട്. അതിനെ ഉണർത്തി കൊണ്ടുവരാനും അതിലേക്കുള്ള ക്ലാരിറ്റി വരുത്താനും നമ്മളുടെ ലൈഫിൽ കോൺസെൻട്രേഷൻ കൂട്ടാനും ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനൊക്കെയാണ് ശരിക്കും മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഇപ്പം ഒരു ക്ലാസ്സിനൊക്കെ ഫസ്റ്റ് മെഡിറ്റേഷൻ കൊടുക്കാൻ കാരണം, അങ്ങനെ കൊടുത്തു തുടങ്ങുന്ന ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം പല പല സിറ്റുവേഷൻസ് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു സെയിം വൈബ്രേഷനിലുള്ള തോട്ട് കിട്ടുന്ന സമയത്ത് ഒരേ രീതിയിൽ ചിന്തിക്കില്ല. അപ്പൊ ആ ക്ലാസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും സ്റ്റാർട്ടിങ്ങിൽ മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത്. അപ്പം ഇന്നത്തെ സെഷനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കേണ്ട എന്തും പറയാട്ടോ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയാം. ഫ്രീ ആണ്, യു ആർ ഫ്രീ ടു സ്പീക്ക്. ആർക്കെങ്കിലും ഈ സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയോ അങ്ങനെ എന്തെങ്കിലും മൈൻഡിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയാം. ആരും ജഡ്ജ് ചെയ്യാനൊന്നും ഇരിക്കല്ല. എല്ലാവരും നമ്മളിവിടെ വിശ്വസിക്കുന്നുണ്ട് അറിയോ, നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തത് പോലും എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ചിന്തയാണ് കേട്ടോ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും യുണീക്കാണ്. യുണീക്കാണ് മീൻസ് എല്ലാവരുടെ ഉള്ളിലും ഒരു സെറ്റ് ഓഫ്, ഒരു കോമ്പിനേഷൻ ഓഫ് എബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കഴിവുകളുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ ഈക്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ ക്രിയേറ്ററിൽ നിന്ന് വന്നതാണ്. അപ്പൊ നമ്മൾ ആ സീറോ ആയിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സറണ്ടർ ആയിട്ട് ഇരിക്കാൻ റെഡി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലുള്ള വണ്ട് ഇങ്ങോട്ട് ഉണരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പേർപ്പസിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. പെട്ടെന്ന് നമ്മളുടെ മനസ്സിനെ നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഇന്നത്തെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും വെയിറ്റിംഗ്. അപ്പൊ അതൊന്ന് എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരും വരിക, അല്ലാത്തവരല്ലാതെ പറഞ്ഞാലും മതി. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലീവ് ചെയ്യും, അതുകൊണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സെഷനിലായിരുന്നു. എനിക്ക് റേഞ്ച് ഇഷ്യൂ ആയിരുന്നു, വീഡിയോ മോഡിൽ ഫുള്ളി ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു ഇത്. ഒരു ആസ്പെക്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് അവർ ആക്ച്വലി ഗൈഡഡ് ആയിട്ടാണ് സംസാരിച്ചത്. പക്ഷെ നമുക്കത് യുണീക്കായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ക്രിയേറ്റർ എടുത്ത്, നമ്മളെ ഹെൽത്തിന്റെ അടുത്ത്, വെൽത്തിന്റെ അടുത്ത് എല്ലാം ഒന്ന് റീകണക്റ്റിങ്ങിന് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുണ്ടാവും. അവർ പറഞ്ഞല്ലോ, കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടിട്ടുണ്ടാവും. ആക്ച്വലി നമുക്കൊരു ആക്ഷൻ എടുക്കണം എന്ന് നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തല്ലോ, അല്ലെങ്കിൽ നമുക്ക് എൻലൈറ്റ്മെന്റ് കിട്ടാന്ന് പറയൂല, അതിനൊക്കെ ഇപ്പൊ എന്തൊരു സംഭവമായിരുന്നു. ആളുടെ വീണ്ടും സ്ട്രെസ് ചെയ്ത് വരുന്ന പോയിന്റ് തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളെ ക്രിയേറ്റർ എടുത്ത് അടുത്ത് നോക്കുക, എങ്ങനെയൊക്കെയാണ് ഉള്ളത്. നിങ്ങളൊന്ന് നമ്മൾ ഈ കമ്പയറിംഗ് സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ സെൽഫിനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നില്ല. അതൊക്കെ തോട്ട് പ്രോവോക്കിംഗ് ആയിരുന്നു. പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. സെൽഫ് അനലൈസിന് എനിക്ക് അതൊക്കെ കണക്ട് ആയേ. നമ്മളെ സെൽഫിനെ ഒന്ന് റിമൈൻഡ് ചെയ്ത്, ഓ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ. നമ്മളെപ്പോഴും ഗൈഡ് ആയാലും ഒക്കെ പറയില്ല, അതാണല്ലോ, ചിന്തകളാണ് പ്രാർത്ഥനകളാവുക, പിന്നീടാണ് അത് ആക്ഷനായി മുന്നോട്ട് വരുന്നതെന്ന്. അപ്പൊ വാട്ട് യു സീക്കിംഗ് ഈ സീക്കിംഗ് യു, എങ്ങനെ യുണീക്ക് ആയിട്ടും എല്ലാം നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഫാത്തിമത്ത. ഇനി നമുക്ക് ഇൻഷാല്ല ഫെസ്റ്റില് കാണാം. ഞാൻ ഇപ്പൊ കോളേജ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ലീവ് ആവുന്നത്. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അറിയിക്കാണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഫ്രീ ആണ് കേട്ടോ, നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്ത് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും പറയാം. എനിക്കും ചിലപ്പോൾ
ചില ആളുകളൊക്കെ റൂമില് ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ കേൾക്കായിരിക്കും. നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർ കഴിയുന്നവരൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കാം പ്ലീസ്. ഹലോ മേഡം. അഫിയ പറഞ്ഞോളൂ. ആ, ഞാനും ഫാത്തിമന്റെ മെഡിക്കൽ റൂട്ടീനിലൊക്കെ അധികം ചേർന്ന ആളാണ്. ഞാന് ഇന്ന് രാവിലെയാണ് ഇപ്പൊ നമ്മൾ അത്താഴൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കാനുള്ള വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പൊ കിടക്കാനുള്ള ഇങ്ങനെ പോണ സമയത്ത് just വെറുതെ ഇങ്ങനെ ഫോൺ എടുത്ത് മെസ്സേജ് ഇങ്ങനെ നോക്കിയ സമയത്താണ് ഈ ഒരു ലിങ്ക് കാണുന്നത്. അപ്പം എന്തായാലും എന്താ പറയാ മെഡിറ്റേഷൻ ആണ്. അപ്പം വെറുതെ കിടന്ന് ഉറങ്ങുന്നതിനേക്കാൾ നല്ല ഇന്നലൊരു മെഡിറ്റേഷൻ കിട്ടിയാൽ അതാണല്ലോ. അങ്ങനെ ജസ്റ്റ് വെറുതെ കയറി നോക്കിയതാണ്. പിന്നെ യൂണിക്നെസ് ഫെസ്റ്റ് ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ കാണാറുണ്ട്. ഇപ്പൊ മഹി സാറിന്റെ ആണെങ്കിലും സെഷനിലൊക്കെ കേറാറുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും നമ്മളത് വെറുതെ എന്താ പറയാ വെറുത്തില്ലാത്തതാവൂല എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഫാത്തിമന്റെ സെഷനും കൂടിയാണ്, നല്ലൊരു മെഡിറ്റേഷനും കിട്ടുമല്ലോ ഉള്ളതിൽ അങ്ങനെ ജസ്റ്റ് കേറിയതാണ്. പക്ഷെ വെറുതെ ആവൊന്നും ചെയ്തില്ല, ഉറങ്ങുന്നതിനേക്കാളും ലാഭം തന്നെ ആയിരുന്നു. അപ്പോ നല്ല സെഷൻ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ വെച്ചാല് നമ്മൾ ഉള്ളിലേക്ക് നോക്കാന് നമ്മളെ എപ്പോഴും ഗൈഡ് ആണെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്കിപ്പോ ഒരു സെഷൻ കിട്ടുമ്പോൾ വലിയ മോട്ടിവേഷൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന കിട്ടുന്നതിനേക്കാളും നമ്മൾ ചിന്തിച്ചു നോക്കി എങ്ങനെയാ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പൊ ഓരോ ദിവസം നമ്മൾ ഗൈഡ് ടോക്ക് കേൾക്കുമ്പോഴാണെങ്കിലും ഓരോ സെഷനിലൊക്കെ ഇങ്ങനെ കേറുമ്പോഴും അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും. ഞാൻ എന്റെ വീട്ടിൽ ഞാൻ മാത്രം ഉറങ്ങാതിരിക്കും, ബാക്കി എല്ലാവരും കിടക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിലുള്ള വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങുന്നു. അപ്പൊ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു യൂണിക്നെസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇരിക്കുന്നത്. ഇപ്പം ഫാത്തിമ തന്നെ പറഞ്ഞു, ഈ ഒരു ലിങ്ക് ആ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഫാത്തിമയുടെ സ്റ്റോറി ആണെങ്കിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എല്ലാരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു യൂണിക്നെസ് പഠിച്ച് നമ്മളിലേക്ക് ഇട്ട് തന്നതുകൊണ്ടാണ്, നമ്മളെ ചിന്തകൾ അങ്ങനെ അത്രയും വ്യത്യാസം ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഈ ഒരു സെഷനും എല്ലാവർക്കും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അതായത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിനും ഫാത്തിമിനെ പോലുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതിനും നമുക്കൊരു നമുക്ക് എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും അത് ഓക്കെയാണ്, അത് നമ്മൾ ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് വരെ ഇങ്ങനത്തെ ഫീഡ്ബാക്കുകൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അഫീഫ മാം എവിടാ സ്ഥലം? ഞാനിവിടെ കോഴിക്കോട് നരിക്കുനി പാലത്ത് ഭാഗം. ചോനെ നാട്ടുകാരാണല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ വീട് മടവൂരാണ് മാം, നരിക്കുനി അടുത്തുള്ള മടവൂർ എന്ന സ്ഥലത്താണ്. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടോ? നമ്മള് സ്റ്റുഡന്റ് സത്യൻ സർ ഫുൾ ടൈം വീഡിയോ മോഡിൽ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു മുബഷിർ സാറും. സാർ ഇവിടെ ഉണ്ടോ ഇപ്പം? അല്ല, എനിക്കൊന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ ലീവ് ചെയ്തെന്ന് തോന്നുന്നു. മുബഷിർ സാർ ഉണ്ട്. ബഷീർ സാർ. എനിക്ക് എന്താ പറയാനുള്ള വെച്ചാല് ഭയങ്കര നഷ്ടാണ് എനിക്ക്. ഞാൻ 2 പ്രാവശ്യമാണ് ഈ മെഡിറ്റേഷന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. 2 പ്രാവശ്യവും ഡ്യൂട്ടിന്റെ ഇടയിലാണ്. എനിക്കൊന്ന് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഫുള്ള് ക്ലാസ്സും കേൾക്കാനൊന്നും ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞില്ല. അല്ല, അത് കുഴപ്പമില്ല. അത് നമ്മൾ എന്തായാലും റെക്കോർഡിംഗ് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതാണ്. ഇല്ലോ അല്ല, ലൈവ് കേൾക്കുന്ന ആ ഒരു ഇത് കിട്ടില്ല. ലൈവ് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുന്ന ആ ഒരു ഇത് റെക്കോർഡിൽ കിട്ടില്ല. പക്ഷെ അതിന് 2 പ്രാവശ്യം എനിക്ക് കഴിഞ്ഞില്ല. അതൊരു ഇത് മാത്രം, അത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യണത്? ഏതാ സ്ഥലം? ഞാന് പെരിന്തൽമണ്ണയാണ്, മലപ്പുറം. വർക്ക് ചെയ്യണ പാലക്കാടാണ്. ശരിയാ. ഓക്കെ, അവിടെ സ്റ്റേ ആയിരിക്കും അല്ലേ? നൈറ്റ് ആയിരുന്നു ഡ്യൂട്ടി. അങ്ങനെയൊക്കെ ഓക്കെ. മെഡിറ്റേഷൻ ആകുമ്പോൾ ആ ഒരു ഇത് ഇന്ന് ചെയ്യണം, അപ്പോഴാണ് അതിന്റെ ഒരു ഇതുള്ളത്. അതെ അതെ അതെ, വർക്കിന്റെ ഇടയിൽ ചെയ്ത്. ഉഷാറായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ എല്ലാ സെഷനിലും കയറി ഇൻഷാല്ലാ. പിന്നെ നേരത്തെ ഫാത്തിമ പറഞ്ഞ പോലെ നമ്മളുടെ ഫസ്റ്റ് വരുന്ന നിങ്ങൾക്ക് ലൈവായിട്ട് ഫാത്തിമാമിന്റെ മെഡിറ്റേഷനും അതേപോലെ മറ്റുള്ള കോച്ചസും, അതുപോലെ ജോസഫ് അന്നൻകുട്ടി ജോസ്, ഫാത്തിമ മിൻഹ, നേഹ കബീർ, അൽതാഫ് സാറ്, പിന്നെ നമ്മുടെ ഫൈറൂസ മാം, ഞാൻ എല്ലാവരും കൂടെ ഉള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം. ഏപ്രിൽ 13 കോഴിക്കോട് ബൂട്ടീസ് ഹോട്ടൽ വെച്ചിട്ടാണ് യുണീക്നെസ് ഫെസ്റ്റ് 3.0 എന്ന് പറയും പ്രോഗ്രാമിന്റെ പേര്. എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മളെല്ലാവരുടെ ഉള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഞാൻ ഈ ഒരു സംഭവം അനലൈസ് ചെയ്തതിനു ശേഷം ഇപ്പൊ മൈൻഡിനെ കുറിച്ചും അതേപോലെ മറ്റുള്ള പേഴ്സണാലിറ്റി ഇന്റലിജൻസിനെ കുറിച്ചും പഠിച്ച സമയത്ത് ഏത് മനുഷ്യന്റെ ഉള്ളിലും ഇപ്പൊ നമ്മളിപ്പോ കാണാറില്ലേ, പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോ ഈ സ്വീപ്പർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ബെഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ കാണുമ്പോൾ അറിയാതെ പോലും നമ്മളുടെ മനസ്സിൽ തോന്നിപ്പോവാൻ പാടില്ല അവരൊക്കെ കുറച്ച് കുറച്ച് കഷ്ടപ്പാടുള്ള ആൾക്കാരാണെന്ന്, നമ്മൾ അത്യാവശ്യം ലെവലുള്ള ആൾക്കാരാണെന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. കാരണം എന്താ അറിയോ, അവരുടെ ഉള്ളിലും ഒരു വിത്തുണ്ട്. മീൻസ് അവരുടെ ഉള്ളിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് എബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതിലേക്ക് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അത് തിരിച്ചറിഞ്ഞ് അത് ലൈഫിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് അവർ ആ സിറ്റുവേഷനിൽ ഇപ്പൊ നിൽക്കുന്നത്. അവര് ഏത് സമയത്തും ഏത് ഏത് നിമിഷത്തിലാണ് അവർക്ക് ആ ഒരു ലൈറ്റ് ഇറങ്ങുന്നത്, ആ സമയം തൊട്ട് ആ മനുഷ്യനും മാറി തുടങ്ങുമ്പോൾ ഏത് മനുഷ്യനും ഏത് ജോലിയിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് നല്ല റെസ്പെക്ട് കൊടുക്കുക, എല്ലാവരും ഈക്വൽ ആയിട്ട് കാണാം. എല്ലാ മനുഷ്യന്മാരും ഈക്വൽ ആണ്, ദി ഐസ് ഓഫ് ദ ക്രിയേറ്റർ. അത് മാത്രം എപ്പോഴും മൈൻഡിൽ വെക്കുക. അപ്പൊ അത് ഈ ഒരു പ്രോസസ്സ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു ബെസ്റ്റ് സെൽഫിനെ ബിക്കം ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് അല്ലെങ്കിൽ റിവീലിംഗ് യുണീക്നെസ് ആണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാറ്. അപ്പോ പറ്റുന്നവരൊക്കെ പ്രോഗ്രാമിന് ഇവരെ അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ബെസ്റ്റ് സെൽഫ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം കരിയർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടായി പറഞ്ഞോളൂ. ഇപ്പം വീഡിയോ മോഡിൽ വരാൻ പറ്റാത്തവരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഓഡിയോ ആയിട്ട് പറഞ്ഞാലും മതി. ചെറിയ വോയിസിലൊക്കെ വ്യത്യാസമുണ്ട്. 2-3 ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ടൊന്ന് കുറച്ച് കുറവുള്ളപ്പോ ഒന്ന് കയറി നോക്കിയതാണ്. ഇവിടെ ആരെങ്കിലും എനിവൺ? അഫ്സീന മാം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഖദീജ മാം ഉണ്ട്. പ്രോഗ്രാംസിൽ കയറുന്ന ആൾക്കാരാണ്. വേറെ ആരെങ്കിലും ഞാൻ പേര് വിളിക്കണോ ഇനി? ആരെങ്കിലും പറഞ്ഞോളൂ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, എന്തും പറയാം, നമ്മൾ ജഡ്ജ് ചെയ്യാനൊന്നുമില്ല. അഫ്സൽ സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്റ്റേജ് ഫിയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാളടുത്ത് സംസാരിക്കാനുള്ള മടിയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് വരിക. പിന്നെ ഫാത്തിമ മാം പറഞ്ഞ അതല്ലേ, ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ സെൽഫിനെ ഫോഴ്സ് ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ ഇന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡിങ്സ് അയച്ചു തരാം കേട്ടോ. അതുപോലെ എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ ക്ലാസ് നടക്കാറുണ്ട്. ജസ്റ്റ് റിമൈൻഡ് ആക്കിയെന്ന് മാത്രമേ. യാത്രന്റെ ഇടയിലും കമ്മിറ്റഡ് ആണ്, മിസ്സായി പോയ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ. അതാണ് നമ്മളുടെ ലൈറ്റ് ഹോൾഡേഴ്സ് ആണ്. പിന്നെ അഫ്സീന മാം എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെ മുർഷിദ മാം, ഖദീജ മാം, സൽമ? ഹലോ, ഷാന മാം പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തണേ. നിങ്ങളെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറെ ആയിട്ടുണ്ട്, പക്ഷെ കേറിയിട്ടില്ല ഇതുവരെ. പിന്നെ മെഡിറ്റോറിയം അതില് 2-3 ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വെറുതെ ഇതേപോലെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേറിയപ്പോ ഈ ലിങ്ക് കണ്ടപ്പോ ഒന്ന് കേറി നോക്കാന്നുള്ള ഇന്റൻഷനിൽ കയറിയത്. മാഷാഅല്ലാ, അടിപൊളി ക്ലാസ്സിന് നല്ലോണം എഫക്ട് ചെയ്തു എനിക്ക്. മെഡിറ്റേഷൻ ആയാലും ക്ലാസ് ആയാലും ഒരുപാട് മാമിന്റെ ഓരോ വേർഡ്സ് ഇങ്ങനെ ഉള്ളിൽ തട്ടിയിട്ടാ പോയത്. ഒരുപാട് സന്തോഷം കേട്ടില്ലേ. പിന്നെ ഈ ക്ലാസ്സിൽ കേറാൻ തോന്നിച്ച റബ്ബിന് ഒരുപാട് താങ്ക് യു. കാരണം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാന്നല്ലാണ്ട് ഇതിൽ കേറണമെന്നുണ്ടാവും. ഗ്രൂപ്പിൽ കയറിയിട്ട് കുറെ, പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് കേറുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കേൾക്കുമ്പോൾ സന്തോഷാണ്. വേറെ ആരെങ്കിലും? ഖദീജ മാം, സിന മാം, മുർഷിദ, സൽമ, സമ്മ സാപ്പിൾ, ആയിഷ ബാനു, ഹർഷിത, ഹിബ, ജസ്മി. ഞാൻ എല്ലാരെയും പേരൊന്നും വിളിച്ചതാ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആരുമില്ലാന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, ഏതായാലും രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഉറക്കിന്റെ ഇടയിൽ വന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ടൈം നമ്മളുടെ ഈ ഒരു ക്ലാസ് കേൾക്കാനും, ഇപ്പൊ ഫാത്തിമാമിന്റെ ഫാൻസ് കുറെ ഉണ്ടാവും ഇവിടെ.
അപ്പൊ അത് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആണ്, സെൽഫിന് വേണ്ടിയിട്ട് തന്നെ ആണെങ്കിൽ പോലും ആ ഉറക്ക് എന്നുള്ള ഒരു ചെറിയൊരു സാക്രിഫൈസ് ഇവിടെ ഉണ്ടല്ലോ, അതിന് ഞങ്ങളും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞങ്ങളും കൂടെ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്താ ഫാത്തിമ മാം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല തോന്നുന്നില്ല. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു മാം.